മൈ ഗോഡ്. ഈ ഒരു ഡാൻസ് കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയത്, ഇത് നമ്മൾ പാട്ട് കേൾക്കാൻ പറ്റാത്തവർക്കും ഈ പാട്ട് എന്താന്ന് ഓരോ ബീറ്റും മനസ്സിലാവുന്ന പോലത്തെ ഡാൻസിലൂടെ കഥ എഴുതുന്നു, അത് ഡാൻസിലൂടെ അവതരിപ്പിക്കുന്നു. ഓക്കെ, അങ്ങനെ അവർക്ക് വ്യക്തമാവും. നമ്മുടെ ഡാൻസിങ് മെഷീനോട് ചോദിക്കാം, എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? ചാക്കോച്ചാ, എനിക്ക് രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. സാധാരണ ഇങ്ങനെ വരുമ്പോ ചെവിക്ക് പിടിയാ കിട്ടാറ്. ശരിക്കും ഈ നായകൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമില് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പാരയാവാൻ സാധ്യതയുള്ളൊരു ഐറ്റമാണ് ഈ നിൽക്കുന്നത്. എനിവേ ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു, വീട്ടിക്ക് കളഞ്ഞു. താങ്ക് യു. എൻ്റെ ഒരു ആഗ്രഹം, ഇയാൾ കാണിക്കുന്ന 2 സ്റ്റെപ്പ് നിങ്ങളുടെ കൂടെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം, ഉമ്മയ്ക്ക് വേണ്ടിയിട്ട്. രണ്ടുപേരും ഷാഡോ പോലെ ഉണ്ടായിരുന്നു, അതേപോലെ ഒരേപോലെ ഉണ്ടായിരുന്നു അല്ലേ? സോ നല്ലൊരു കൈയടി കൊടുക്കാം. ചാക്കോച്ചനെ ഞാൻ നമിച്ചിരിക്കുന്നു. ചാക്കോച്ച ഒരു വിത്തിൻ എ ഫ്യൂ സെക്കൻഡ്സ് അല്ലേ നിസാർ കാണിച്ചു കൊടുക്കുന്നത്. വിത്തിൻ സെക്കൻഡ്സ് ആണ് ഗ്രാസ്പ് ചെയ്ത് പഠിക്കുന്നത്. അത് ആർക്കും അങ്ങനെ പറ്റില്ല. ചാക്കോച്ച ഒരു രക്ഷയില്ല. അതല്ലേ ഡാൻസിങ് മെഷീൻ എന്ന് വിളിച്ചോണ്ടിരിക്കണം. അല്ല, തീർച്ചയായിട്ടും. പിന്നെ ആ ഒരു പറയുമ്പോ തന്നെ വന്ന് കളിക്കാനുള്ള ഒരു ധൈര്യവും മനസ്സും ഉണ്ടല്ലോ, അത് നമിച്ചു. എന്താ സംഭവിച്ചാൽ ഞാനും ഡാൻസ് പഠിച്ചിട്ടില്ല. ശരിക്കും ഞാൻ ക്ലാസിക്കൽ ഡാൻസാണ് പഠിച്ചത്. പക്ഷെ ആൾക്കാർ വിചാരിക്കും ഞാൻ ഭയങ്കര ബ്രേക്കും അതും ഇതൊക്കെയാണെന്നാണ്. അങ്ങനത്തെ യാതൊരു സംഭവമില്ല. പക്ഷെ ഞാൻ ചെയ്യുന്ന കാര്യം എൻജോയ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നിസാമും അതേപോലെ തന്നെയാണെന്ന് തോന്നുന്നത്. ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട്. വരുന്നതാണ് അതിന്റെ ഒരു ഭംഗി കാണാനുണ്ട്. ഞാൻ എന്റെ കഥകൾ അവരെ കേൾപ്പിക്കാൻ, അല്ലെങ്കിൽ അതാണ് ലിറിക്കൽ ആ ഒരു ലിറിക്കല് കഥ മനസ്സിലായത് ഇവരിലൂടെ. അത് മനസ്സിലായി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത്രയും നല്ല മക്കളെ കിട്ടാൻ അവർ ഒരുപാട് ഭാഗ്യം ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ള ഏറ്റവും എക്സ്പ്രസീവ് ആയിട്ടുള്ള ഡാൻസ് ആയിരുന്നു നിസാമിന്റെ. ഡാൻസ് എന്ന് പറയുന്നത് പലപ്പോഴും സർക്കസായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇമോഷൻസ് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വിധത്തിൽ ഉപയോഗിക്കുന്നത്. ഇപ്പൊ കഥകളിയില് മുദ്രകളിലൂടെ സംസാരിക്കുന്നത് പോലെ ഈ മോഡേൺ ഡാൻസിൽ മുദ്രകളിലൂടെ മനോഹരമായിട്ട് ചെയ്തു നിസാം. അതൊരു പുതിയ ഐറ്റമാണ്. ഇപ്പൊ ചാക്കോച്ചനെ വെച്ചിട്ട് ഞാനൊരു സിനിമ ചെയ്യുന്നുണ്ട്. നിസാം ഞങ്ങക്ക് വന്നിട്ട് ഒരു കൊറിയോഗ്രാഫി ചെയ്തു തരണം. കൺഗ്രാറ്റുലേഷൻസ്. ഇതൊന്ന് അച്ഛനും അമ്മയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കോ? എല്ലാരും ഒന്ന് പ്ലീസ് സ്റ്റേജിലേക്ക് ഒന്ന് വരും. താങ്ക് യു സോ മച്ച്. ഈ ഒരു അപരൻ റൗണ്ടിലൂടെ ഇത്രയും ഒരു ബ്യൂട്ടിഫുൾ ഫാമിലിനെയും സുഹറ താത്തേനെയും ഒക്കെ ഇൻവൈറ്റ് ചെയ്തതിനും ഇൻട്രൊഡ്യൂസ് ചെയ്തതിനും താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ബീയിങ് ഹിയർ. ബൈ.